M5 ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA ചുമതലയേറ്റു. കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനമാണ് കേരളത്തിന് ആവശ്യമെന്ന് സണ്ണി ജോസഫ്. ചുമതല കൈമാറുന്ന ചടങ്ങിൽ തന്റെ കാലയളവിലെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് കെ സുധാകരന് നന്ദി പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊച്ചി നേവൽ ബേസിൽ INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ഫോൺ കോൾ എത്തിയ സംഭവത്തിൽ കോഴിക്കോട് സ്വദേശി അറസ്റ്റിൽ. കോഴിക്കോട് സ്വദേശി മുജീബ് റഹ്മാനാണ് അറസ്റ്റിലായത്. എലത്തൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഓപ്പറേഷൻ സിന്ദൂരിനെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റിട്ടതിന് അറസ്റ്റിലായ റിജാസിന്റെ വീട്ടിൽ പോലീസിന്റെയും ഭീകരവിരുദ്ധ സേനയുടെയും സംയുക്ത പരിശോധന. റിജാസിന്റെ വീട്ടിൽ നിന്ന് മഹാരാഷ്ട്ര പോലീസ് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചു. പെൻ ഡ്രൈവുകളും ഫോണും പുസ്തകങ്ങളും പിടിച്ചെടുത്തു. പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നടപടികൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാനെ നേരിട്ടോളാമെന്ന് BLAയുടെ വാർത്താക്കുറിപ്പ്. പാകിസ്ഥാന്റെ ഉറപ്പുകൾ വിശ്വസിക്കേണ്ട കാലം കടന്നുപോയെന്നും ബലൂച്ച് ലിബറേഷൻ ആർമി. വാർത്തകൾ വിശദമായി. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLAയും KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥ് MLA, AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ MP എന്നിവരും UDF കൺവീനറായി അടൂർ പ്രകാശ് MPയും ചുമതലയേറ്റു. കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനമാണ് കേരളത്തിന് ആവശ്യമെന്ന് സണ്ണി ജോസഫ് MLA. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLAയും KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥ് MLA, AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ MLA എന്നിവരും UDF കൺവീനറായി അടൂർ പ്രകാശ് MPയും ചുമതലയേറ്റു. KPCC ആസ്ഥാനത്തെ ചടങ്ങ് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനമാണ് കേരളത്തിന് ആവശ്യമെന്ന് സണ്ണി ജോസഫ് MLA പറഞ്ഞു. സാധാരണ കാർഷിക കുടുംബത്തിൽ നിന്ന് വന്ന തന്നെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ഹൈക്കമാൻഡിനും കേരളത്തിലെ കോൺഗ്രസിനും നന്ദിയെന്നും സണ്ണി ജോസഫ് MLA പറഞ്ഞു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങളുടെ ഈ ടീമിനെ കേരളത്തിലെ കോൺഗ്രസിനെ കൂട്ടായി നയിക്കാൻ നിയോഗിച്ച ആ വാർത്ത അറിഞ്ഞ സമയം മുതൽ ഞങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇവിടെ വരുന്നവർക്കും വരാൻ കഴിയാതെ ഞങ്ങളെ വിളിച്ച് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും പിന്തുണയും അറിയിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാം. രാവിലെ 9:30 മണിക്ക് വന്ന് ഈ ഹാള് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. ഒരുപാട് പേർക്ക് ഇങ്ങോട്ട് കയറി വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. AC വർക്ക് ചെയ്യുന്നുള്ള ധാരണയില് വാതിലുകളും ജനലുകളും അടച്ചു. പക്ഷെ നേരെ AC നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, നല്ല ചൂടുണ്ട്. എങ്കിൽ പോലും എല്ലാവരും കാത്തു നിൽക്കുകയാണ് ഈ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന്റെ കൂട്ടായ്മയിൽ അണിചേരുന്നതിന് വേണ്ടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. ഇവിടെ ശ്രീ ഷാഫി പറഞ്ഞതുപോലെ AK ആന്റണി KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്ന, മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത ഒരു വിദ്യാർത്ഥിയായിരുന്ന AK ആന്റണി പുളിക്കലിലെ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം പയ്യാവൂരാണ്. ഞാൻ വീട്ടിൽ പോയി 2 മൈൽ ദൂരെയാണ് എന്റെ വീട്ടിൽ പോയി. അന്നത്തെ എന്റെ ഷർട്ടും മുണ്ടും ആ നൂലിയിൽ അലക്കി പിറ്റേ ദിവസം രാവിലെ തേച്ച് രാവിലെ 10 മണിക്ക് പയ്യാവൂരിലേക്ക് നടന്നെത്തി അനൗൺസ്മെന്റിന്റെ വണ്ടിയിൽ ഞാൻ വീട്ടിൽ കയറി നോക്കി. പാർട്ടിയെ ജനകീയമാക്കാനും UDFന്റെ അടിത്തറ ശക്തമാക്കാനും കഴിഞ്ഞതായി സ്ഥാനമൊഴിയുന്ന KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞു. പാർട്ടിയിൽ ഇപ്പോൾ ഗ്രൂപ്പ് കലാപങ്ങളില്ല, പ്രവർത്തകരുടെ ഐക്യമാണ് അതിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യൂണിറ്റ് കമ്മിറ്റികൾ പൂർത്തിയാക്കാൻ കഴിയാത്തത് ദുഃഖമാണെന്നും പുതിയ ഭാരവാഹികൾക്ക് അതിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. CPMനെതിരെ പടക്കുതിരയായി താൻ മുന്നിലുണ്ടാകുമെന്നും നേതൃത്വത്തിൻ്റെയും പാർട്ടി പ്രവർത്തകരുടെയും സ്നേഹത്തിനും നന്ദിയുണ്ടെന്നും K സുധാകരൻ വ്യക്തമാക്കി. K സുധാകരൻ MP അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, AICC സെക്രട്ടറിമാർ, മുൻ KPCC പ്രസിഡന്റുമാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, MPമാർ, MLAമാർ തുടങ്ങിയവർ പങ്കെടുത്തു. M5 ന്യൂസ്, തിരുവനന്തപുരം. സണ്ണി ജോസഫ് ധീരനായ നേതാവെന്ന് KC വേണുഗോപാൽ MP. KPCCയുടെ ചുമതല അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. കുട്ടിക്കാലം മുതൽ തന്റെ കൈ പിടിച്ച് കൂടെ നിന്ന ആളാണ് സണ്ണി ജോസഫ് എന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. സണ്ണി ജോസഫ് മുഖവരകൾ ആവശ്യമില്ലാത്ത നേതാവാണ്. എനിക്കറിയാം, വളരെ കൊച്ചുനാളിലെ പയ്യന്നൂർ കോളേജിലെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന കാലം തൊട്ട് എനിക്കറിയാവുന്ന നേതാവാണ് ശ്രീ സണ്ണി ജോസഫ്. സൗമ്യൻ, മൃദു സമീപനക്കാരൻ, പക്ഷെ ആശയങ്ങളിലും നിലപാടുകളിലും അടിയുറച്ചു നിൽക്കുന്ന ധീരനായ
പോരാളി. ഇതാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. പേരാവൂരിൽ നിന്നും 3 തവണ തുടർച്ചയായി എല്ലാ വെല്ലുവിളിയെയും അതിജീവിച്ചുകൊണ്ട് ജയിക്കുക മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ ഏറ്റവും വിലപ്പെട്ട സംഭാവന നൽകിയ ഒരു ധീരനായ നേതാവിനെയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിന്റെ പുതിയ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന സണ്ണി ആ ചുമതല ഭംഗിയായി നിർവഹിക്കുമെന്നുള്ള കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് നമുക്കെല്ലാവർക്കും. സണ്ണിയോടൊപ്പം UDF കൺവീനറായി MMS നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. വളരെ മനോഹരമായിട്ട് UDF കൺവീനർ എന്ന നിലയിൽ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഒരു പരാതിയും ആർക്കും ഇല്ലാത്തവണ്ണം നന്നായി മുന്നോട്ട് പോയി. ഒരു ടീം പാക്കേജ് വേണം കേരളത്തിൽ. പുനഃസംഘടന ഉണ്ടാകുമ്പോൾ ഒരു ടീം പാക്കേജ് വേണം എന്നതിന്റെ ഒറ്റ ഭാഗമായതുകൊണ്ട് മാത്രമാണ് MMS ആ സ്ഥാനത്ത് മാറുന്നത്. അതുകൊണ്ട് ഹസനെ ഞാൻ അങ്ങേയറ്റത്തെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ അടൂർ പ്രകാശ്, ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലം കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമുക്ക് കിട്ടാതിരുന്ന മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ, ആദ്യമായി തിരിച്ചുപിടിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകൊത്തകളിൽ കടന്നു എന്ന് നേരിടാൻ കഴിയുന്ന ധീരനായ ഒരു നേതാവിനെ തന്നെ UDF ചുക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതിലൂടെ നമുക്ക് അഭിമാനിക്കാം. UDF അടൂർ പ്രകാശിൽ ഭദ്രമാണ്. 3 വർക്കിംഗ് പ്രസിഡന്റുമാർ, കഴിഞ്ഞ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും മിടുക്കന്മാരായിരുന്നു. കെ സുധാകരന് നന്ദി പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കഴിഞ്ഞ 4 വർഷം നല്ല നേട്ടമുണ്ടാക്കാൻ സുധാകരന്റെ കമ്മിറ്റിക്ക് കഴിഞ്ഞു. ഒരുപാട് നേട്ടങ്ങളും മാറ്റങ്ങളും 4 വർഷത്തിനുള്ളിൽ കോൺഗ്രസിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസ് പ്രതിസന്ധിയിലായിരുന്ന സമയത്താണ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള പുതിയ സംഘം എത്തുന്നതെന്ന് VD സതീശൻ പറഞ്ഞു. എല്ലാവരും പ്രയാസപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ നേതൃത്വം കടന്നു വന്നത്. അതെല്ലാം ആത്മവിശ്വാസം തിരികെ കൊണ്ടുവന്ന് നമുക്ക് തിരിച്ച് വീണ്ടും അധികാരത്തിലെത്താം എന്നുള്ള പ്രതീക്ഷ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിഞ്ഞുവെന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ശ്രീ സണ്ണി ജോസഫ് ഇന്ന് KPCCയുടെ അധ്യക്ഷനായി ചുമതലയേറ്റിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ സൗമ്യമായ മുഖമാണ്, പക്വതയാർന്ന മുഖമാണ് ശ്രീ സണ്ണി ജോസഫ്. വാക്കുകളിലെ അച്ചടക്കവും വാക്കുകളിലെ തെളിമയും വാക്കുകളിലെ ആഴവുമാണ് സണ്ണി ജോസഫിനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നിയമസഭയിൽ ഒരു സങ്കീർണമായ പ്രശ്നം അവതരിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ അപ്പൊ പറയും സണ്ണി വക്കീലെ എന്ന് വിളിക്കും. അദ്ദേഹം ഏത് സങ്കീർണമായ പ്രശ്നമാണെങ്കിലും അതിമനോഹരമായി ആഴത്തിൽ അത് അവതരിപ്പിക്കും. തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള, സംഘടനാ ബോധ്യമുള്ള ഒരാളാണ് അദ്ദേഹം. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ചെയർമാനിൽ നിന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ 77 സിൻഡിക്കേറ്റ് അംഗം, പിന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, സഹകരണ മേഖലയിൽ എല്ലാം തിളങ്ങി നിന്ന ഒരാളാണ്. ഉജ്ജ്വലനായ അഭിഭാഷകനാണ്, മികച്ച പാർലമെന്റേറിയനാണ്. അദ്ദേഹത്തിന്റെ പക്വതയാർന്ന നേതൃത്വം എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള 100% ശുഭപ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹത്തിന് ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന് പരാതിയുണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. അവരെ കൂടെ ചേർത്ത് നിർത്തണം, പരാതികൾ പരിഹരിക്കണം, മാറ്റങ്ങൾ വരുമ്പോൾ പരാതികൾ പരിഹരിക്കണം. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് MLA ചുമതലയേറ്റതിന് പിന്നാലെയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം. എനിക്ക് വളരെയധികം മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളുമാണ് സണ്ണിയെ സംബന്ധിച്ചിടത്തോളം. അന്ന് ഞാൻ ജില്ലയുടെ ചുമതല വഹിക്കുന്ന ആ സമയത്ത് എനിക്ക് നൽകിയ സഹായവും സഹകരണവും ഒരിക്കലും മറക്കാൻ കഴിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന DCCയുടെ വാഹനം എന്നെ കാത്തുകിടക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അത് പോകുന്നവരെ, ആ ജില്ല വിട്ടു പോകുന്നവരെ DCCയുടെ വാഹനം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി തരുമായിരുന്നു. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. താമസിക്കുവാൻ ഇന്നത്തെ പോലെയല്ല, താമസിക്കുവാൻ ഗസ്റ്റ് ഹൗസിൽ കൃത്യമായി റൂം ബുക്ക് ചെയ്ത് അതിനുള്ള എല്ലാ കാര്യം. അപ്പൊ ഇന്നത്തെ ഭാരവാഹികള് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടല്ല അന്ന് ശ്രീ സണ്ണി ജോസഫിൽ നിന്ന് എനിക്കുണ്ടായത് എന്ന് ഈ അവസ്ഥ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോ ചാർജ് വഹിക്കുന്ന ഭാരവാഹികൾ അതുപോലെ സഹഭാരവാഹികളെയും ചേർത്ത് നിർത്തുന്നതിൽ ശ്രീ സണ്ണി ജോസഫ് ഒരു മാതൃകയാണ് എന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അനുഭവത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കാം. അതുകൊണ്ട് തന്നെ പുതുതായി പ്രസിഡന്റായി ചുമതലയേക്കുള്ള ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ ടീമിനെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് എല്ലാവർക്കും
ചുമതലകൾ നൽകി, എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങൾ നൽകി ഒരു ടീമായി ടീം സണ്ണി എന്ന മലയാള മനോരമയുടെ വിശേഷണം അക്ഷരാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുക. ഇവിടെ എല്ലാ നേതാക്കന്മാരും സംസാരിച്ചു. ഞാൻ ദീർഘമായി അതിലേക്ക് കടന്നു പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളെയാണ് നാം നേരിടാൻ പോകുന്നത്. 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നാം നേരിടണം. നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പുള്ള ലോക്കൽ ബോഡി ഇലക്ഷൻ. അത് രണ്ടും നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ശ്രീ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ KPC ടീം വന്നിരിക്കുന്നത്. അനുഭവ സമ്പത്തുള്ള, പരിചയ സമ്പത്തുള്ള, സംഘടനാശേഷി തെളിയിച്ചിട്ടുള്ള, വിദ്യാർത്ഥി രംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാശേഷി തെളിയിച്ചിട്ടുള്ള ഈ ടീമിനെ തീർച്ചയായും 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF-നെ അധികാരത്തിൽ കൊണ്ടുവരാൻ തീർച്ചയായും, അതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടുവാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ഈ അവസരത്തിൽ ഞാൻ എല്ലാവർക്കും ആശംസ തരികയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാത്തിരിക്കുന്ന വിജയം 2026-ൽ കോൺഗ്രസ് നേടുമെന്ന് ഷാഫി പറമ്പിൽ MP. വ്യക്തിപരമായി കിട്ടുന്ന അവസരമായല്ല ഇതിനെ കാണുന്നത്, പാർട്ടിയെ തിരികെ കൊണ്ടുവരാനാണ് നോക്കുന്നതെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വലിയ അംഗീകാരവും അഭിമാനബോധവുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന നമ്മുടെ മഹാപ്രസ്ഥാനം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു നിയോഗം എന്നെപ്പോലെ താരതമ്യേന ജൂനിയറായ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സ്ഥാനം നൽകി പ്രിയപ്പെട്ട KC വേണുഗോപാൽ MP ഫോണിൽ വിളിച്ച് പറഞ്ഞ ആദ്യത്തെ കാര്യം, വ്യക്തിപരമായി കിട്ടുന്ന ഒരു അവസരമായിട്ടല്ല, പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ട ദീപാദാസ് മുൻഷിജി ഉൾപ്പെടെയുള്ള പാർട്ടി ഹൈക്കമാൻഡിനോട്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തോട്, കേരളത്തിലെ KSUക്കാരനെയും കോൺഗ്രസുകാരനെയും കൂടെ പ്രതിനിധീകരിച്ച് കിട്ടുന്ന ഒരു അവസരം എന്ന നിലക്ക് കോൺഗ്രസിന്റെ യുവജന സഹപ്രവർത്തകരുടെ കൂടെ പേരിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് 2021 അല്ല, നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് 2016 അല്ല, നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് 2011 പോലുമല്ല, നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവിനോട് സൂചിപ്പിച്ചതുപോലെ 2001 എന്നുള്ളതാണ് ഈ കാലഘട്ടം, ഈ നാട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ ഉത്തരവാദിത്തമാണ് നമ്മൾ എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സുധാകരേട്ടൻ, ഞാൻ കണ്ണൂർ അദ്ദേഹത്തെ കാണാൻ പോയപ്പോ എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞത്, അവിടുന്ന് പുറത്തിറങ്ങിയപ്പോ മാധ്യമങ്ങൾ കുത്തിയും വളഞ്ഞു ഒടിച്ചും ഒക്കെ ചോദിക്കാൻ നോക്കിയപ്പോ അദ്ദേഹം പറഞ്ഞത്, പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ട ഒരു കാരണവും എന്റെ മുമ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന പാർട്ടിക്കാരൻ. ഇത് എന്നോട് പ്രതികരണം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത്, ഒരു റേസ് അവസാനിച്ചിട്ട് അടുത്ത ഓട്ടക്കാരെ തരികയല്ല, ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഇനി ആരോടാനുണ്ടെന്ന് അന്വേഷിക്കുകയല്ല. ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ ഉസൈൻ ബോൾട്ട് ആണ് എന്നുള്ളതാണ് ഇപ്പോഴും റെക്കോർഡുകൾ പറയുന്നത്. ഉസൈൻ ബോൾട്ടിന്റെ കൂടെ ഒരു റിലേ ഓടുമ്പോ യോഹാൻ ബ്ലേക്ക് ഉണ്ടാകും, കാർട്ടർ ഉണ്ടാകും, ഫ്രൈറ്റർ ഉണ്ടാകും. സുധാകരൻ എന്ന അതികായനായ നേതാവിന്റെ കയ്യിൽ നിന്ന് റിലേ ബാറ്റൺ ഏറ്റെടുത്തിട്ട് അതിനെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാനുള്ള നിയോഗമാണ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു പുതിയ നേതൃത്വം കടന്നു വരുമ്പോൾ പഴയത് മോശമായത് കൊണ്ടല്ലല്ലോ കടന്നു വരുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, മികച്ച വിജയങ്ങൾ, മികച്ചതായ രീതിയിൽ പാർട്ടി തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ട ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്ന ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകന്റെ മനോവീര്യം കാത്ത നേതൃത്വം ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വിജയത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കാൻ അനുഗ്രഹാശിസുകളോട് അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ട സണ്ണി ജോസഫ് MLA നമ്മുടെ PCC പ്രസിഡന്റായിട്ട് ഈ റിലേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയും വിജയകരമായി ഓടിത്തീർക്കാൻ വേണ്ടിയാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. കൊച്ചി നേവൽ ബേസിൽ INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ഫോൺ കോൾ എത്തിയ സംഭവത്തിൽ കോഴിക്കോട് സ്വദേശി അറസ്റ്റിൽ. കോഴിക്കോട് സ്വദേശി മുജീബ് റഹ്മാനാണ് അറസ്റ്റിലായത്. എലത്തൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിക്കെതിരെ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ചുമത്തും. ഇയാളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചു വരികയാണ്. കൊച്ചി ഹാർബർ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നാവികസേനയുടെ വിശദമായ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മുജീബ് പിടിയിലാകുന്നത്. മൊബൈൽ ഫോൺ നമ്പർ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. വ്യാജ പേരിലായിരുന്നു മുജീബ് ഫോൺ കോൾ വിളിച്ചത്.
പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വ്യാജേന വിളിച്ച INS വിക്രാന്തിന്റെ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാനായിരുന്നു ശ്രമം. വെള്ളിയാഴ്ച രാത്രി 9:00 ഫോൺ വിളിയെത്തിയത്. രാഘവൻ എന്ന് പരിചയപ്പെടുത്തിയാണ് ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചത്. ഫോൺ കോളിൽ സംശയം തോന്നിയ നേവി അധികൃതർ ഉടനെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. M5 ന്യൂസ്, കൊച്ചി. ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഞങ്ങൾ വളരുന്നത് നിങ്ങളുടെ കൈപിടിച്ചാണ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. 100-ലധികം ഓഫീസുകൾ, സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. We rise by lifting others. വാർത്തകൾ തുടരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റിട്ടതിന് അറസ്റ്റിലായ റിജാസിന്റെ വീട്ടിൽ പോലീസിന്റെയും ഭീകരവിരുദ്ധ സേനയുടെയും സംയുക്ത പരിശോധന. ഞായറാഴ്ച രാത്രിയാണ് നാഗ്പൂർ പോലീസും സംസ്ഥാന ഭീകരവിരുദ്ധ സേനയും സംസ്ഥാന പോലീസും റിജാസിന്റെ കൊച്ചിയിലെ വീട്ടിൽ പരിശോധന നടത്തിയത്. റിജാസിന്റെ വീട്ടിൽ നിന്ന് മഹാരാഷ്ട്ര പോലീസ് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റിട്ടതിന് അറസ്റ്റിലായ റിജാസിന്റെ വീട്ടിൽ പോലീസിന്റെയും ഭീകരവിരുദ്ധ സേനയുടെയും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ഞായറാഴ്ച രാത്രിയാണ് നാഗ്പൂർ പോലീസും സംസ്ഥാന ഭീകരവിരുദ്ധ സേനയും സംസ്ഥാന പോലീസും റിജാസിന്റെ കൊച്ചിയിലെ വീട്ടിൽ പരിശോധന നടത്തിയത്. റിജാസിന്റെ വീട്ടിൽ നിന്ന് മഹാരാഷ്ട്ര പോലീസ് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പെൻഡ്രൈവുകളും ഫോണും പുസ്തകങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. വിശദമായ പരിശോധന നടത്താനാണ് മഹാരാഷ്ട്ര പോലീസിന്റെ നീക്കം. പോലീസ് സംഘം കൊച്ചിയിൽ തുടരുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം റിജാസിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു. പനമ്പള്ളി നഗറിലാണ് ഇത് നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ പോലീസ് ഇടപെടുകയും റിജാസിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തുവെന്നാണ് വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മഹാരാഷ്ട്ര പോലീസ് ശേഖരിക്കുന്നുണ്ട്. മാത്രമല്ല, റിജാസിന്റെ കൊച്ചിയിലെ ബന്ധങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും മറ്റു ഇടപെടലുകളുമെല്ലാം വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ്. റിജാസിനെയും സുഹൃത്തിനെയും കഴിഞ്ഞ ദിവസമാണ് നാഗ്പൂരിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സുഹൃത്തിനെ പിന്നീട് വിട്ടയച്ചെങ്കിലും റിജാസ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഇന്ത്യൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം പോസ്റ്റ് ചെയ്തതിന് കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് റിജാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. M5 ന്യൂസ്, കൊച്ചി. മലപ്പുറം വളാഞ്ചേരിയിലെ നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് വിപുലീകരിച്ചു. 112 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 54 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ്. ഇതുവരെ 42 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. രോഗിയെ കൂടാതെ 10 പേർ ചികിത്സയിലുണ്ട്. ചികിത്സയിലുള്ള രോഗി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മലപ്പുറം വളാഞ്ചേരിയിലെ നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് വിപുലീകരിച്ചു. 112 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 54 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ്. ഇതുവരെ 42 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. രോഗിയെ കൂടാതെ 10 പേർ ചികിത്സയിലുണ്ട്. ചികിത്സയിലുള്ള രോഗി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ജോയിന്റ് ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷനിൽ മൃഗങ്ങൾ ചത്തത് പ്രത്യേകമായി പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിപ്പയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തൽ. സമ്പർക്ക പട്ടികയിലുള്ള 11 പേരുടെ പരിശോധനാ ഫലം കൂടി ഇന്നലെ നെഗറ്റീവായി. പെരിന്തൽമണ്ണ MS ആശുപത്രിയിലാണ് രോഗിയുള്ളത്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ മലപ്പുറം ജില്ലയിൽ സംയുക്ത പരിശോധന ആരോഗ്യവകുപ്പ് ആരംഭിച്ചു. പനി സർവേയുടെ ഭാഗമായി 1781 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ എത്തിയതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. M5 ന്യൂസ്, മലപ്പുറം. മലപ്പുറം കൊണ്ടോട്ടിയിൽ വൻ കുഴൽപ്പണവേട്ട. ബംഗളൂരുവിൽ നിന്ന് മലപ്പുറത്തേക്ക് കടത്തുകയായിരുന്ന 1,91,40,800 രൂപയുമായി 2 പേരെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം മങ്കട പനങ്ങാങ്ങര സ്വദേശി പൂളക്കൽ തസ്ലീം ആരിഫ്, മലപ്പുറം മുണ്ടുപറമ്പ് വടക്കീടൻ മുഹമ്മദ് ഹനീഫ എന്നിവരാണ് പിടിയിലായത്. വെള്ളിയാഴ്ച വൈകുന്നേരം കൊണ്ടോട്ടി പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. പ്രതികൾ സഞ്ചരിച്ച കാറിന്റെ സീറ്റിനോട് ചേർന്ന് നിർമ്മിച്ച 3 രഹസ്യ അറകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം. പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നടപടികൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാനെ നേരിട്ടോളാമെന്നാണ് BLAയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാനെ നേരിട്ടോളാമെന്നാണ് BLAയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പാകിസ്ഥാന്റെ ഉറപ്പുകൾ വിശ്വസിക്കേണ്ട കാലം കടന്നുപോയെന്നും ബലൂച്ച് ലിബറേഷൻ ആർമി പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാഹചര്യം പരമാവധി ഉപയോഗിച്ച് പാകിസ്ഥാൻ ആർമിക്ക് നേരെ നിരവധി ആക്രമണങ്ങളാണ് കഴിഞ്ഞ ആഴ്ച BLA നടത്തിയത്.
പാകിസ്ഥാനെ ഇന്ത്യ വിശ്വസിക്കരുതെന്ന് BLA വാർത്താക്കുറിപ്പിലൂടെ പറയുന്നു. സമാധാനം, സാഹോദര്യം, വെടിനിർത്തൽ ഇവയെക്കുറിച്ചെല്ലാം പാകിസ്ഥാൻ പറയുന്നത് വിശ്വസിക്കരുത്. അതെല്ലാം യുദ്ധതന്ത്രങ്ങളും വഞ്ചനയും താൽക്കാലികമായ ഒഴിഞ്ഞുമാറലുമാണെന്നും BLA പ്രസ്താവിച്ചു. പാകിസ്ഥാൻ ആർമി സൈറ്റുകളും ഇന്റലിജൻസ് കേന്ദ്രങ്ങളും ഉൾപ്പെടെ ലക്ഷ്യം വെച്ച് തങ്ങൾ 71 ആക്രമണങ്ങൾ നടത്തിയെന്നും ഇതിൽ 51 പ്രദേശങ്ങളും ബലൂചിസ്ഥാനിലാണെന്നുമാണ് BLAയുടെ അവകാശവാദം. നാഷണൽ ഡെസ്ക് M5 ന്യൂസ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന മെഗാമേള മെയ് 13-ന് സമാപനമാകും. സമാപന സമ്മേളനം മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. കടുത്ത ചൂടിനെയും അവഗണിച്ച് പതിനായിരങ്ങളാണ് ഒരാഴ്ച നീണ്ടുനിന്ന മേളയിലേക്ക് ഒഴുകിയെത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന മെഗാമേളയ്ക്ക് മെയ് 13-ന് സമാപനമാകും. സമാപന സമ്മേളനം മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. കനത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ട് പതിനായിരങ്ങളാണ് മേളയിലേക്ക് ഒഴുകിയെത്തിയത്. പ്രദർശന സ്റ്റാളുകളിലും കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടിലും കലാപരിപാടികൾക്കും വൻ തിരക്കാണ് എല്ലാ ദിവസവും അനുഭവപ്പെട്ടത്. അതിർത്തിയിൽ നടന്ന സംഘർഷത്തെ തുടർന്ന് മേളയിലെ കലാപരിപാടികൾ ഒരു ദിവസം നിർത്തിവെച്ചെങ്കിലും ഒട്ടും ആവേശം ചോരാതെയാണ് സന്ദർശകർ പ്രദർശന നഗരിയിലേക്ക് ഒഴുകിയെത്തിയത്. സർക്കാർ ഉത്തരവിനെ തുടർന്ന് ഞായറാഴ്ച പുനരാരംഭിച്ച കലാസാംസ്കാരിക പരിപാടികളിൽ കാണികൾ ആവേശപൂർവ്വം പങ്കെടുത്തു. കഴിഞ്ഞ 9 വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേളയാണ് കോട്ടക്കുന്നിൽ സംഘടിപ്പിക്കുന്നത്. വിവിധ വകുപ്പുകളിലെ സ്റ്റാളുകൾ സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ LED വാളുകളിൽ തത്സമയ പ്രദർശനങ്ങളും വിവിധ വകുപ്പുകളിലെ സേവനങ്ങളും സ്റ്റാളുകളിൽ ഒരുക്കിയിരുന്നു. കേരളത്തിന്റെ സമഗ്ര മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നതും മാറുന്ന കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയുന്നതുമാണ് എന്റെ കേരളം മെഗാ എക്സിബിഷൻ. മികച്ച സ്റ്റാളുകൾക്കുള്ള സമ്മാനങ്ങളും മേളയുടെ മികച്ച വാർത്താ കവറേജിനുള്ള പുരസ്കാരങ്ങളും സമാപന സമ്മേളനത്തിൽ നൽകും. മേളയുടെ പ്രചാരണാർത്ഥം നടത്തിയ സെൽഫി, റീൽസ് മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനവും വിതരണം ചെയ്യും. ജില്ലയിലെ വളാഞ്ചേരിയിൽ നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ച മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം മെയ് 21-ന് റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും. M5 ന്യൂസ്, മലപ്പുറം. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA ചുമതലയേറ്റു. കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനമാണ് കേരളത്തിന് ആവശ്യമെന്ന് സണ്ണി ജോസഫ്. ചുമതല കൈമാറുന്ന ചടങ്ങിൽ തന്റെ കാലയളവിലെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് കെ സുധാകരന് നന്ദി പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊച്ചി നേവൽ ബേസിൽ INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ഫോൺ കോൾ എത്തിയ സംഭവത്തിൽ കോഴിക്കോട് സ്വദേശി അറസ്റ്റിൽ. കോഴിക്കോട് സ്വദേശി മുജീബ് റഹ്മാനാണ് അറസ്റ്റിലായത്. എലത്തൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഓപ്പറേഷൻ സിന്ദൂരിനെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റിട്ടതിന് അറസ്റ്റിലായ റിജാസിന്റെ വീട്ടിൽ പോലീസിന്റെയും ഭീകരവിരുദ്ധ സേനയുടെയും സംയുക്ത പരിശോധന. റിജാസിന്റെ വീട്ടിൽ നിന്ന് മഹാരാഷ്ട്ര പോലീസ് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചു. പെൻ ഡ്രൈവുകളും ഫോണും പുസ്തകങ്ങളും പിടിച്ചെടുത്തു. പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നടപടികൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാനെ നേരിട്ടോളാമെന്ന് BLAയുടെ വാർത്താക്കുറിപ്പ്. പാകിസ്ഥാന്റെ ഉറപ്പുകൾ വിശ്വസിക്കേണ്ട കാലം കടന്നുപോയെന്നും ബലൂച്ച് ലിബറേഷൻ ആർമി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.